ഹലോ എവരി വൺ. അപ്പോൾ നമ്മൾ ഇന്ന് MTSൻ്റെ എങ്ങനെയാണ് ഒരു ബിഗിനറിന് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതെന്നൊരു സെക്ഷനാണ്. ബിഗിനർ എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ MTSന് വേണ്ടി മാത്രം പഠിക്കുന്നവരായിരിക്കത്തില്ല, വേറെയും പഠിക്കുന്നവരൊക്കെ ആയിരിക്കും. പക്ഷേ MTSന് ഒരു പ്രത്യേകതയാണെന്ന് വെച്ചാൽ സിംഗിൾ എക്സാമേ ഉള്ളൂ. അതേപോലെ തന്നെ GKക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ നമ്മുടെ പേര് വരുന്നത് GKയും ഇംഗ്ലീഷും എന്ന സബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അതേപോലെ തന്നെ നിങ്ങൾ അപ്പോൾ വിചാരിക്കും മാത്സും റീസണിങ്ങും വലിയ പ്രശ്നമില്ലെന്ന്. മാത്സും റീസണിങ്ങും നമ്മൾ പഠിക്കണം, അതും ക്വാളിഫയിങ് മാർക്ക് നമുക്ക് വേണം. അത് നിങ്ങളൊന്ന് ആലോചിച്ച് ഒരു എക്സാം എഴുതുമ്പോൾ തന്നെ നമ്മൾ ലിസ്റ്റിൽ വരുന്നത് നമ്മുടെ ജോലിയെ വിളിക്കുന്നു. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ കൂടെ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യമേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മാർക്ക് ഡിസ്ട്രിബ്യൂഷനൊക്കെ അറിയാലോ. സെക്ഷൻ 1 ഉണ്ട്, സെക്ഷൻ 2 ഉണ്ട്. അതിൽ സെക്ഷൻ 1ലുമാണ് QAയും റീസണിങ്ങും വരുന്നത്. ഓക്കെ, അതിൽ ഓരോ ക്വസ്റ്റ്യനും 20 മാർക്ക് വീതം, മൊത്തത്തിൽ 3 മാർക്കാണ്. ഒരു ക്വസ്റ്റ്യന് 3 മാർക്ക്. ഒരു ക്വസ്റ്റ്യന് 3 മാർക്ക് എന്ന് പറയുമ്പോൾ 40 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 40 × 3 ഇവിടെ ഒരു 120 മാർക്കിനാണ് സെക്ഷൻ 1 ചോദിക്കുന്നത്. ഇവിടെ നെഗറ്റീവ് ഇല്ല. ഓക്കെ, ഇനി അടുത്ത സെക്ഷൻ 2ലാണെങ്കിൽ എന്തൊക്കെയാണുള്ളത്? നമുക്ക് ഇംഗ്ലീഷ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ GK സെക്ഷനുണ്ട്. രണ്ടിലും കൂടെ നമുക്ക് എത്ര ക്വസ്റ്റ്യൻ വീതം? ഇവിടെ നിന്ന് 25 ചോദിക്കും, ഇവിടെ നിന്ന് 25 ചോദിക്കും. അപ്പം മൊത്തത്തിൽ 50 ക്വസ്റ്റ്യന് 3 മാർക്ക് വീതം ആകുമ്പോൾ 150 മാർക്ക്. രണ്ട് സെക്ഷനും കൂടെ ചേർന്ന് അപ്പോൾ ടോട്ടൽ 270 മാർക്കിനാണ് എക്സാം എന്ന് പറയുന്നത്. പക്ഷേ സെക്കൻഡ് സെക്ഷൻ എന്തുണ്ട്? നെഗറ്റീവ് ഉണ്ട്. ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക്, ഒരു റോങ് ക്വസ്റ്റ്യന് 1 മാർക്ക് നെഗറ്റീവ്. ഓക്കെ, ഇങ്ങനെയാണ് മാർക്കിംഗ് സ്കീം വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആദ്യമേ നമ്മൾ എന്ത് ചെയ്താൽ മതി? സിലബസ് നിങ്ങൾ നോക്കി എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് മനസ്സിലാക്കുക. സബ്ജക്റ്റ് ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. സിലബസ് മാത്രം ഞാനിപ്പോൾ ഒരു സിലബസിൻ്റെ വീഡിയോ ഇട്ട് ഇതൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് പറയേണ്ട കാര്യമില്ല. ഓൾറെഡി നിങ്ങൾക്ക് അറിയാം എന്തൊക്കെയാണ് പഠിക്കേണ്ടത്. ബേസിക് ആയിട്ടുള്ള SSCയുടെ സിലബസ് തന്നെയാണ്. നിങ്ങൾ ഒരു ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ തന്നെ കാണാം എന്തൊക്കെയാണ് വേണ്ടതെന്ന്. അത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. എല്ലാ സ്ഥലത്തും സിലബസ് ഉണ്ട്, പക്ഷേ അതെങ്ങനെ തുടങ്ങണമെന്നായിരിക്കും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല അല്ലേ? അതിനാണ് നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു ഗൈഡൻസ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു സെക്ഷനെ കാണേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫെമിലറൈസേഷൻ വിത്ത് സിലബസ് ആയിട്ട് നമ്മൾ നന്നായിട്ട് ഫെമിലറൈസ് ആവുക. എന്താണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളതെന്ന് മനസ്സിലാക്കുക. പിന്നെ അതേപോലെ തന്നെ എന്ത് ചെയ്യണം? സിലബസ് നന്നായിട്ട് നോക്കി വെക്കുക. നോക്കി വെച്ചിട്ട് അടുത്ത സ്റ്റെപ്പാണ് പഠിച്ചു തുടങ്ങുക എന്ന് പറയുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സിലബസ് ഒരു ദിവസം നോക്കിയിട്ട് അടുത്ത ഒരാഴ്ച കഴിഞ്ഞിട്ട് പഠിക്കാനായിട്ട് നിൽക്കരുത്. സിലബസ് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ മാർക്കിംഗ് സ്കീമൊക്കെ നിങ്ങൾക്ക് അറിയാം. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് മാത്സ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് നമ്മൾ ആദ്യമേ നോക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ മാത്സിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കമൻസ് ഇങ്ങനെ വന്നിട്ടുണ്ട്, ദൈവമേ എങ്ങനെ പഠിക്കും, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പോലും എനിക്ക് അറിയത്തില്ല, ടെൻഷൻ ആവുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ക്ലാസ്സുകളിൽ എന്താണ് പഠിപ്പിച്ചിട്ടുള്ളത്? നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യനാണ് ഞാൻ ആ ക്ലാസ്സിൽ ചെയ്യിപ്പിച്ചത് അല്ലേ? അപ്പോൾ ആദ്യമേ ഈ എല്ലാ ബേസിക് ക്ലാസ്സുകളും ഞാനിപ്പോൾ തരാത്തതെന്ന് പറഞ്ഞാൽ ഓൾറെഡി ഒരുപാട് ബേസിക് ക്ലാസ് നമ്മുടെ യൂട്യൂബിൽ തന്നെ ഉണ്ട്. വീണ്ടും അത് തന്നെ എടുത്തിടുന്ന എന്തിനാ? SSCയുടെ സെയിം സിലബസ് തന്നെയാണ് MTSന് അല്ലേ? അപ്പോൾ ഞാനിപ്പോൾ LCMൻ്റെ ഒരു ചാപ്റ്റർ ഞാനിപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിച്ചു. നിങ്ങൾക്ക് ആദ്യമേ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ബേസിക്കായിട്ട് ആ ചാപ്റ്ററിനെ കുറിച്ച് ബേസിക്കായിട്ട് ചാനലിൽ നിന്ന് കണ്ടു പഠിക്കാം. ഇഷ്ടംപോലെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് LCM ആൻഡ് HCFൻ്റെ. അപ്പോൾ അത് കണ്ടു പഠിക്കാം. എന്നിട്ട് ഇനി അടുത്ത ക്ലാസ്സിലും ഞാൻ LCM ആൻഡ് HCFൻ്റെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ അതൊക്കെ കണ്ടു പഠിച്ചിട്ട് വന്നിട്ട് എന്ത് ചെയ്യുക? ആ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ ശ്രമിക്കണം. ഞാൻ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ക്ലാസ് അത് പറഞ്ഞു തരും. ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എന്തായാലും ഓരോ കൺസെപ്റ്റ് ഉറപ്പായും വരും. അപ്പോൾ നിങ്ങൾ അതിനു മുമ്പ് എന്ത് ചെയ്യാം? HCFും LCMും പഠിച്ചിട്ട് തന്നെ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത് ആദ്യമേ നമ്മൾ മാത്സ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള എക്സസൈസ് ആണ്. നമ്പേഴ്സ് വെച്ചിട്ടുള്ള എക്സസൈസ്. ഇപ്പോൾ ഇത്രയും നാൾ നമ്മൾ കോളേജ് കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കറിയാം മാത്സ് നമ്മൾ ഇത്രയും നാൾ കാൽക്കുലേറ്ററിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ അങ്ങനെയല്ല ചെയ്യാൻ പോകുന്നത്. നമ്മുടെ വേ ഓഫ് സ്റ്റഡിയിങ് മാറുവാണ്. നമ്മൾ എന്താ ഇനി ചെയ്യാൻ പോകുന്നത്? നമ്മൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്യണം. എത്ര വലിയ നമ്പർ വന്നാലും നമ്മൾ തന്നെ സ്വന്തമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം.
അപ്പം നമ്മുടെ മൈൻഡ് അതനുസരിച്ച് മാറ്റണം. ഇപ്പോഴും നമ്മൾ കാൽക്കുലേറ്റർ ഉള്ളത് കൊണ്ട് തന്നെ ചെറിയ ചെറിയ കണക്ക് വരെ നമ്മൾ 1+2 വരെ കാൽക്കുലേറ്റർ കൂട്ടിയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ആ ഒരു മൈൻഡ് സെറ്റ് ഇനി മാറ്റണം. വലിയ കണക്ക് വന്നാലും ഞാൻ ചെയ്ത് കണ്ടുപിടിക്കും, ആ ഒരു മൈൻഡ് സെറ്റ് ആവണം. ആദ്യമേ നല്ല ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ അത് കഴിയുമ്പോൾ നമ്മൾ നമ്പേഴ്സായിട്ട് അങ്ങ് ഫെമിലിയറൈസ് ആകുമ്പോൾ എല്ലാ പ്രശ്നവും അങ്ങ് തീരും. അതിന് നമ്പേഴ്സായിട്ട് ഫെമിലിയറൈസ് ആവാൻ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ടേബിളാണ് ഒരു നമ്പറിൽ നമ്മൾ ആദ്യമേ പഠിക്കുന്നത് എന്താണ്, നമ്പേഴ്സ് തന്നെ 1 2 3 എന്നൊക്കെ എഴുതി പഠിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത്, കൂട്ടാനും കുറയ്ക്കാനും മൾട്ടിപ്ലൈ ചെയ്യാനും അതേപോലെ തന്നെ സ്ക്വയർ ചെയ്യാനും ക്യൂബ് ചെയ്യാനും ഒക്കെ അല്ലേ അങ്ങനെ പഠിച്ച് വരുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ എന്തായാലും നിങ്ങൾക്ക് നമ്പേഴ്സ് എല്ലാം അറിയാം. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പഠിക്കേണ്ടേ, കൂട്ടാനുള്ള സ്പീഡ് കൂട്ടുക, കുറയ്ക്കാനുള്ള സ്പീഡ് കൂട്ടുക. അതേപോലെ തന്നെ എന്താ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, എക്സസൈസ് എന്ന് പറയുമ്പോൾ സ്ക്വയർ പഠിക്കുക, ക്യൂബ് പഠിക്കുക. അതേപോലെ തന്നെ ടേബിൾസ് ഉണ്ടല്ലോ, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് പെട്ടെന്ന് സ്പീഡിൽ പറയാൻ പറ്റണം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതിൽ ഞാനൊരു കാര്യം പറയാം. നിങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾ ഒരു മാസം കുറഞ്ഞത്, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു പ്രാക്ടീസ് സെക്ഷൻ പോലെ മാത്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൽ എന്ത് വരണം, സ്ക്വയേഴ്സ് വരണം, ക്യൂബ് നിങ്ങൾ ഡെയിലി ഒരു പ്രാവശ്യം എഴുതുക. അതേപോലെ ടേബിൾസ് ഡെയിലി ഒരു പ്രാവശ്യം എഴുതുക. അതിൽ ഫസ്റ്റ് വീക്ക് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 25 വരെയുള്ള സ്ക്വയർ ഒരു വട്ടം എഴുതി റിവൈസ് ചെയ്യുക. ഇനി ഈ സെയിം വീക്കിൽ തന്നെ ഒരു വീക്കിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യം 25 വരെയുള്ള സ്ക്വയർ എഴുതി അത് വായിച്ച് തന്നെ പഠിക്കുക. ഇനി അടുത്തത് ഒരു പ്രാവശ്യം എഴുതണം. ഇനി അടുത്തത് വരുന്നതെന്ന് പറഞ്ഞാൽ ക്യൂബ് നിങ്ങൾക്ക് എന്താണ്, ഒരു 15 വരെയുള്ള ക്യൂബ് ഈ ഒരാഴ്ച കൊണ്ട് ഒരു വട്ടം എഴുതി നിങ്ങൾ എന്ത് ചെയ്യുക, അത് പഠിച്ച് വായിച്ച് മനസ്സിലാക്കി വെക്കുക. എന്ന് പറഞ്ഞാൽ ഒരു വട്ടം എഴുതുക എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും 1 വീക്ക് 7 ഡേയ്സ് അല്ലേ, അതിൽ ഓരോ ദിവസവും എന്ത് ചെയ്യുക, ഇത് ഒരു വട്ടം ഇത് എഴുതുക. 25 വരെയുള്ള സ്ക്വയർ ഒരു വട്ടം എഴുതുക. അതേപോലെ തന്നെ ഈ 15 വരെയുള്ള ക്യൂബ് ഒരു വട്ടം എഴുതുക. പിന്നെ 12 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിളും ഒരു വട്ടം എഴുതുക. ഇത് വായിച്ച് തന്നെ എഴുതുക. അപ്പോഴും ഒരാഴ്ച കഴിയുമ്പോൾ നമ്പേഴ്സായിട്ട് നിങ്ങൾ അത്രയും നമ്പേഴ്സായിട്ട് ഫെമിലിയറൈസ് ആവും. പിന്നെ സെക്കൻഡ് വീക്ക് തൊട്ട് എന്ത് ചെയ്യുക, സെക്കൻഡ് വീക്ക് തൊട്ട് 25 അല്ല നമുക്ക് സ്ക്വയർ വേണ്ടത്, 40 വരെയുള്ള സ്ക്വയേഴ്സ് എഴുതുക. ക്യൂബ് 20 വരെയുള്ള ക്യൂബ് എഴുതുക. പിന്നെ ടേബിള് 19 വരെയുള്ള ടേബിൾ എഴുതുക. എന്നിട്ട് അത് ഒരു മാസത്തേക്ക് ഇതേപോലെ കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് നമ്പേഴ്സൊക്കെ പെട്ടെന്ന് മൈൻഡിൽ ഓടി വരുന്നതായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. ഒരു മാസം മാത്രമല്ല ഇത് ചെയ്യേണ്ടത്, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. നമ്പർ മാക്സിമം നമ്മൾ മനസ്സിൽ വരുന്നത് വരെ ഇത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്പേഴ്സൊക്കെ ആഡ് ചെയ്യാനും കുറയ്ക്കാനും ഒക്കെ മൈൻഡിൽ ചെയ്ത് നോക്കുക. അപ്പോൾ കടയിലൊക്കെ പോയി നമ്മളിപ്പോൾ സാധനം വാങ്ങുവാണെങ്കിൽ ഉടനെ കാൽക്കുലേറ്റർ എടുത്ത് കൂട്ടാതെ എന്ത് ചെയ്യണം, നമ്മൾ തന്നെ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്തത് ബേസിക് ക്ലാസ്സുകൾ കണ്ടുപഠിക്കുക. ബേസിക് ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്, മാത്സിൻ്റെ സിലബസ് നമുക്കിപ്പോൾ അറിയാം. അത് നോക്കിയിട്ട് ഇപ്പം ഞാനിപ്പോൾ HCF LCM പഠിപ്പിച്ചു, അതിൻ്റെ ബേസിക് ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അത് കണ്ടിട്ട് നിങ്ങൾ റിവൈസ് എന്ന് വെച്ചാൽ പഠിക്കുക. ഇപ്പോൾ ബിഗിനർ ആണെങ്കിൽ പഠിക്കുമായിരിക്കുമല്ലോ, പഠിച്ച് നോട്ട് എഴുതിയിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് ആ നോട്ടിനെ ഇടയ്ക്കിടയ്ക്കെടുത്ത് റിവൈസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിങ് ആണ്. അപ്പോൾ ഈ PYQ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരുപാട് ക്വസ്റ്റ്യൻസും കൺസെപ്റ്റും അതിൻ്റെ അകത്തുനിന്ന് കിട്ടും. പിന്നെ ഫൈനൽ സ്റ്റെപ്പാണ് മോക്ക് ടെസ്റ്റ് എഴുതുക എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ഇടയിൽ എൻ്റെ ക്ലാസ് വരുന്നുണ്ട്, എന്നാൽ ഞാൻ ക്ലാസ് ഇടുന്നുണ്ട്, അത് PYQ സോൾവിങ് ആണ്. അപ്പോൾ ബേസിക് ക്ലാസ് ഇപ്പോൾ HCF LCMൻ്റെ ബേസിക് ക്ലാസ് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ അടുത്ത വീക്കാണ് അടുത്ത ക്ലാസ് വരുന്നത്. അടുത്ത വീക്ക് എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ ഇപ്പോൾ നെക്സ്റ്റ് വീക്കായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു വീക്ക് ഇനിയിപ്പോൾ മേ ബി ഒരു 25th ആയിരിക്കും ചിലപ്പോൾ ക്ലാസ് വരുന്നത്. ഓക്കെ, ആ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ബേസിക് ക്ലാസ് ഒന്ന് കണ്ട് പഠിച്ചിട്ട് വന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും സെറ്റാണ് വരുന്നത്. ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് തന്നെയാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മുടെ എക്സാമിന് നമ്മുടെ മാർക്ക് കൂട്ടാൻ സഹായിക്കുന്ന ഒരു ഫാക്ടറാണ് മോക്ക് ടെസ്റ്റ് എഴുതുക എന്ന് പറയുന്നത്. എക്സാമിന് പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക,
നമ്മളൊരു മിനിമം ഒരു 40 മോക്ക് ടെസ്റ്റ്, 40 കുറഞ്ഞതാണ്, അത്രയെങ്കിലും ചെയ്തിരിക്കണം. അപ്പോൾ മോക്ക് ടെസ്റ്റ് വെറുതെ ചെയ്ത് കളഞ്ഞാൽ പോരാ, അതിൻ്റെ അകത്തുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം അനാലിസിസ് ചെയ്ത് തന്നെ പഠിക്കണം. ആദ്യമേ നമ്മളിപ്പോൾ ഒരു സാധനം തുടങ്ങണമല്ലോ, തുടങ്ങി ഫൈനൽ സ്റ്റെപ്പാണ് ഇപ്പോൾ മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതിൽ ഓരോ ചാപ്റ്ററിനും, അല്ലെങ്കിൽ ഓരോ ചാപ്റ്ററല്ല ഓരോ സെക്ഷനും നമുക്ക് മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആണ്. ആ ടെസ്റ്റ് തന്നെ നമ്മളിപ്പോൾ ഒരു സംഭവം മാത്സ് ഫുള്ളി കഴിഞ്ഞു, അതിൻ്റെ സെക്ഷനിൽ മോക്ക് ടെസ്റ്റ് എടുക്കാം, നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം മാർക്ക്, അങ്ങനെ എല്ലാം ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അതെല്ലാം മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ഇനി അടുത്തത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് നമ്മൾ പഠിക്കുന്നത് എപ്പോഴും പ്രാക്ടിക്കൽ വേയിൽ പഠിക്കുന്നതാണ് നല്ലത്. ഒരുപാട് റൂൾസ് നമുക്കുണ്ട്, ഗ്രാമറിലെ റൂൾസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് നമുക്കുണ്ട്. നമ്മൾ അതെല്ലാം കാണാതെ പഠിക്കും, ഉപയോഗിക്കാതെ വെച്ചേക്കും, അത് മറന്നു പോകും. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് കാര്യമില്ല, നമ്മൾ പഠിക്കുന്നുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇംഗ്ലീഷിൻ്റെ ബുക്കുകളൊക്കെ വായിക്കുകയോ അതേപോലെ ഹിന്ദു എഡിറ്റോറിയലൊക്കെ വായിക്കുകയോ ചെയ്യുമ്പോൾ ഈ ഗ്രാമർ റൂൾസ് നമുക്ക് കണക്ട് ചെയ്യാനായിട്ടൊരു സ്പേസ് കിട്ടും. അപ്പം നമുക്ക് ഒരുപാട് റൂൾസ് കാണാതെ പഠിക്കേണ്ടി വരത്തില്ല, വായിക്കുമ്പോൾ തന്നെ ഓ ആ റൂൾ ഇവിടെ അപ്ലൈ ചെയ്യുന്ന മനസ്സിലായി, അങ്ങനെ കിട്ടും. അല്ലാതെ നമ്മൾ റൂൾ ഇങ്ങനെ കാണാതെ പഠിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. കാണാതെ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ടും കൂടെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഗ്രാമർ നമുക്ക് പഠിക്കാനായിട്ട് ഇംഗ്ലീഷ് നോവൽസ് വായിക്കുന്ന ആൾക്കാരുണ്ടാവും, അതേപോലെ തന്നെ ഇംഗ്ലീഷ് മൂവീസ് കാണുന്നവരുണ്ടാവും. സബ് ടൈറ്റിൽസ് വെച്ചല്ലേ നമ്മൾ കാണുന്നത്, അപ്പോൾ ആ സബ് ടൈറ്റിൽസ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു ഗ്രാമർ വേർഡ്സ് കിട്ടും. അതേപോലെ തന്നെ സ്പീച്ചസ് കേൾക്കുന്നവർ കാണും, ഇംഗ്ലീഷ് സ്പീച്ചസ് കേൾക്കുന്നവർ കാണും. അപ്പോൾ അതിൻ്റെ അകത്തും നല്ല നല്ല വേർഡ്സ് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യാം. നല്ല നല്ല വേർഡ്സ് നമുക്ക് അറിയാം, സിനോണിംസും അന്റോണിംസും ഇഡിയംസും വൺ വേർഡും എല്ലാം നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് എക്സാമിന്. അപ്പോൾ അതൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ അതിന് റീഡിങ് ഹാബിറ്റ് കൂട്ടണം. നമ്മൾ റൂൾസ് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, റീഡിങ് ഹാബിറ്റ് നന്നായിട്ട് കൂട്ടിയെങ്കിൽ മാത്രമേ ഈ ആദ്യം പറഞ്ഞ 2 സെറ്റപ്പുകൾ, ഗ്രാമറും ശരിയാവത്തുള്ളൂ, വൊക്കാബുലറിയും ശരിയാവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ പണ്ട് യൂസ് ചെയ്തൊരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ, ഒരു മാസം ഞാൻ എന്ത് ചെയ്തു, എഡിറ്റോറിയൽ അനാലിസിസ്, ഹിന്ദു എഡിറ്റോറിയൽ അനാലിസിസ് അങ്ങ് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിയുമ്പോൾ എനിക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. എറർ സ്പോട്ടിങ്ങിനായാലും അതേപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ വൊക്കാബുലറീസ് ആയാലും ഇമ്പ്രൂവ് ചെയ്ത് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ ഇംഗ്ലീഷ് നന്നായിട്ട് വരുന്നുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചുമ്മാ ഇരിക്കുമ്പോഴൊക്കെ അങ്ങനെ ഇങ്ങനെ, ഇപ്പോൾ നമ്മൾ ചാറ്റ് ചെയ്യുമ്പോൾ തന്നെ വേർഡ്സൊക്കെ നല്ല നല്ല അടിപൊളി ഇംഗ്ലീഷൊക്കെ വരുമായിരുന്നു. അപ്പോൾ നമുക്ക് അതൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തത് വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, PYQ, അതെല്ലാം കൂടെ സോൾവ് ചെയ്ത് തന്നെ പോവുക. അപ്പോൾ അതിൻ്റെ അതിനും കുറേ കൺസെപ്റ്റുകൾ നമുക്ക് കിട്ടും. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഫൈനൽ സ്റ്റെപ്പ് എന്താണ്, മോക്ക് ടെസ്റ്റ് ചെയ്യുക. മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓരോന്നിലും ഞാൻ മോക്ക് ടെസ്റ്റ് ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞാൽ സെക്ഷണൽ മോക്ക് ടെസ്റ്റ് ഉണ്ട്, ചാപ്റ്റർ വൈസ് മോക്ക് ടെസ്റ്റ് ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. മോക്ക് ടെസ്റ്റ് എവിടെ നിന്ന് എടുക്കുമെന്ന് ചോദിച്ചാൽ ടെക്സ്റ്റ് ബുക്കിൻ്റെ ആപ്പിൽ മോക്ക് ടെസ്റ്റ് ഉണ്ട്, ദിശ അക്കാഡമിയിലെ മോക്ക് ടെസ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ഒലിബോർഡിൻ്റെ മോക്ക് ടെസ്റ്റ് ഉണ്ട്. ഇത്രയും മോക്ക് ടെസ്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ദിശ അക്കാഡമിയുടെ മോക്ക് ടെസ്റ്റ് ആകുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമുക്ക് ഓഫറൊക്കെ വരാറുണ്ട്, 100 രൂപയ്ക്ക് 99 രൂപയ്ക്ക്. അതേപോലെ തന്നെ ഇടയ്ക്ക് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയെന്ന ഓഫർ കാണാൻ പറ്റും. അപ്പോൾ അവിടുത്തെ മോക്ക് ടെസ്റ്റ് നല്ല ഹൈ ലെവൽ മോക്ക് ടെസ്റ്റാണ്, അതൊക്കെ നമുക്ക് ചെയ്ത് പഠിക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത റീസണിങ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും സിമ്പിളായിട്ട് കാണുന്നൊരു സെക്ഷനാണ്, പക്ഷെ ചില ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ സിമ്പിളായിട്ട് കാണുന്നവർക്ക് ഏറ്റവും കൂടുതൽ പണി തരാൻ സാധ്യതയുള്ള ഒരു സെക്ഷനാണ് റീസണിങ് എന്ന് പറയുന്നത്. റീസണിങ് നമ്മൾ സിമ്പിൾ ആയതുകൊണ്ട് തന്നെ മിക്കുള്ള ആൾക്കാർ അതങ്ങനെ പഠിക്കാറില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ഇടയ്ക്കിടയ്ക്കെങ്കിലും എടുത്തൊന്ന് പഠിച്ചേക്കണം. അപ്പോൾ ആദ്യമേ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കവർ ദ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കവർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്താൽ മതി. ബേസിക് കവർ ചെയ്തു, പിന്നെ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് എല്ലാം വിത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക, മോക്ക് ടെസ്റ്റ് ചെയ്യുക. ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് പണി തരുന്ന ക്വസ്റ്റ്യൻസ് ആണ്, കോഡിങ് ഡീകോഡിങ്. അതേപോലെ തന്നെ അനലോഗി വരുന്നുണ്ട്, സീരീസ് വരുന്നുണ്ട്, പിന്നെ ഇമേജസ്, നെക്സ്റ്റ് ഇമേജ് ഏതാന്ന് പറയുന്നത് വരുന്നുണ്ട്. അതെല്ലാം എന്താണ്, നമുക്ക് ചിലപ്പോൾ പണി കിട്ടാൻ സാധ്യതയുള്ള ടോപ്പിക്കുകളാണ്. അതൊക്കെ ഇമ്പ്രൂവ് ചെയ്തോളുക. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് പഠിച്ചോളുക. ബ്ലഡ് റിലേഷനൊക്കെ ഏകദേശം എല്ലാവർക്കും കിട്ടുന്നതാണ്. പിന്നെ വേറെ ഏതാ, മിറർ ഇമേജും വാട്ടർ ഇമേജും കിട്ടും, ഡൈസ് ഒക്കെ കിട്ടും. പിന്നെ സിലോഗസ് ആയാലും വലിയ പ്രശ്നം വരുന്നത് കാണത്തില്ല. അപ്പോൾ ചില ടോപ്പിക്സ് വളരെ ഇച്ചിരി പണി തരുന്ന ടോപ്പിക്സ് ആണ്, അതൊക്കെ നന്നായിട്ട് പഠിച്ചോളുക. ഇനി
അടുത്തതെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഇത്രയും നേരം പറഞ്ഞത് ഒരു ഓർഡറിന് തന്നെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ SSC/MTSന്റെ ഓൺലൈൻ ക്രാഷ് കോഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അതിന് വേണ്ട ഫീച്ചേഴ്സ്, അതിലുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ക്രാഷ് കോഴ്സിൽ ഡെയിലി ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കും. അത് അഥവാ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് റെക്കോർഡഡ് വേർഷൻസ് അവിടെ അവൈലബിൾ ആണ്. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ മെൻ്റൽ സപ്പോർട്ടും എല്ലാ ക്ലാസ് നോട്ടും എല്ലാം പ്രൊവൈഡ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ചില ആൾക്കാർക്ക് നല്ല വിഷമമായി കാണും. കാരണം നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് എന്നെ കൊണ്ട് വാങ്ങിക്കാൻ പറ്റത്തില്ല, മിസ് ചെയ്യുന്നൊരു ചിന്ത ഉണ്ടാവും. അങ്ങനെയുള്ളൊരു വിഷമിക്കേണ്ട, നമ്മുടെ യൂട്യൂബിൽ തന്നെ ഒരുപാട് ക്ലാസ്സസ് നമുക്ക് അവൈലബിൾ ആണ്. അത് യൂട്ടിലൈസ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ ഒരിക്കലും നമ്മുടെ റിസോഴ്സസ് കുറവാണെന്നും പറഞ്ഞ്, നമ്മുടെ കയ്യിലുള്ള റിസോഴ്സ് കുറവാണെന്നും പറഞ്ഞ് എന്ത് ചെയ്യാതിരിക്കല്, പഠിക്കാതിരിക്കരുത്. നമ്മളിപ്പോൾ എന്തായാലും ഇൻ്റർനെറ്റുള്ള ലോകത്താണ് ജീവിക്കുന്നത്. നെറ്റിൽ നിന്ന് നമുക്ക് കിട്ടാത്ത മെറ്റീരിയൽ ഒന്നുമില്ല. എവിടെ നിന്നും മെറ്റീരിയൽ കണ്ടുപിടിക്കാം, എവിടെ നിന്നും ക്ലാസ് കണ്ടുപിടിക്കാം. അങ്ങനെ ഒരു അവസരങ്ങൾ, നമ്മൾ പഠിക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ നമുക്കുണ്ട്. അതൊക്കെ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്താൽ മതി. അപ്പം ഓൺലൈൻ കോഴ്സ് വാങ്ങാൻ പറ്റുന്നവർ വാങ്ങിക്കോട്ടെ, വാങ്ങാൻ പറ്റാത്തവർ വിഷമിക്കേണ്ട. നമ്മുടെ യൂട്യൂബിൻ്റെ ക്ലാസ് കണ്ട് പഠിക്കുക. അതൊരു ഓർഡറിന്, നിങ്ങൾ തന്നെ ഓർഡറിന് സെറ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കണം. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു എങ്ങനെയാണ് പഠിക്കേണ്ട രീതി എന്ന്. അപ്പോൾ അതനുസരിച്ച് എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. അപ്പോൾ നമ്മൾ ഒരിക്കലും എനിക്കതില്ല എനിക്കിതില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരുന്നാൽ നമുക്ക് നഷ്ടം, നമുക്ക് മാത്രമാണ് നഷ്ടം, വേറെ ആർക്കും ഒരു നഷ്ടവുമില്ല. ഓക്കെ, അതുകൊണ്ട് കിട്ടുന്ന റിസോഴ്സ് വെച്ചിട്ട് മാക്സിമം നമ്മുടെ ലെവൽ ബെസ്റ്റ് ട്രൈ ചെയ്യുക. ബാക്കിയെല്ലാം പിന്നത്തെ കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത GK സെക്ഷൻ ഞാൻ പറയുക പോലും വേണ്ട. കാരണം നമ്മുടെ നിത്യാമിസ് നല്ല അടിപൊളി ക്ലാസ് ഒക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ഓക്കെ, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ്, എന്തായാലും എല്ലാ സബ്ജക്റ്റും പറഞ്ഞില്ലേ. അപ്പോൾ ആദ്യമേ GK പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഏകദേശം ബേസ് ക്ലാസ് നിങ്ങൾ പഠിച്ചു തുടങ്ങുക. നമ്മുടെ സിലബസ് ഉണ്ടല്ലോ, അത് പഠിച്ചു തുടങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. എന്നിട്ടിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചു, ആ ക്വസ്റ്റ്യൻ അങ്ങ് വായിച്ച് പഠിക്കണം. എന്നിട്ടിപ്പോൾ ഒരു ഫെസ്റ്റിവലിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ എന്ത് ചെയ്യണം, ഫെസ്റ്റിവൽസ്, നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ ഫെസ്റ്റിവൽസും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അങ്ങ് പഠിക്കുക. ഓക്കെ, അപ്പോൾ റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന കുറേ ഫെസ്റ്റിവൽസ് കാണും, അതിൻ്റെ ഉള്ള കാര്യങ്ങളെല്ലാം പഠിക്കുക. ഇനിയിപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഇപ്പോൾ മൊത്തത്തിൽ ഒരു ഷിഫ്റ്റിലെന്ന് പറഞ്ഞാൽ 25 ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടല്ലോ. ഇനിയിപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ അടുത്തൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുക്കുകയാണ് ഒരു ഷിഫ്റ്റിൽ. അതെന്ന് പറയുന്നത് ടെമ്പിൾസിനെ കുറിച്ചാണ്. അപ്പോൾ ടെമ്പിൾസ് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് നന്നായിട്ട് പഠിക്കുന്നു. എന്നിട്ട് അതിൻ്റെ എന്ത് ചെയ്യുക, റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന എല്ലാ ടെമ്പിൾസിനെ കുറിച്ചും ജസ്റ്റ് ഒന്ന് പഠിക്കുന്നു, നോട്ടാക്കി വയ്ക്കുന്നു. ഇനി അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സെൻസസിനെ കുറിച്ചാണെങ്കിൽ എന്ത് ചെയ്യുക, സെൻസസിൽ ആ ക്വസ്റ്റ്യൻ പഠിക്കുക. സെൻസസിൻ്റെ റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ വായിച്ച് പഠിക്കുന്നു, അതേപോലെ തന്നെ നോട്ട് എഴുതുന്നു. ഇങ്ങനെയാണ് പഠിക്കേണ്ടത് GK. അപ്പോൾ നിങ്ങൾക്ക് ഒരു 25 ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കണ്ടൻസ് അപ്പോഴും തന്നെ കവർ ആവും. ഓക്കെ, അപ്പോൾ അങ്ങനെ റിലേറ്റ് ചെയ്ത് നിങ്ങൾ എപ്പോഴും പഠിക്കാനായിട്ട് നോക്കുക. പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ത് തന്നെയാണ്, മോക്ക് ടെസ്റ്റ് തന്നെ എടുക്കുക. പിന്നെ ഈ ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഫുള്ള് സിലബസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, മോക്ക് ടെസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം ദിവസം 2 മോക്ക് ടെസ്റ്റ്, എക്സാമിനോട് അടുക്കുമ്പോഴും ദിവസം ഒരു 3 ടെസ്റ്റോ 2 ടെസ്റ്റോ ഒക്കെ ചെയ്തിട്ട് അതിൻ്റെ അനാലിസിസ് ചെയ്യുക. നമുക്ക് എവിടെയാണ് വീഴ്ച പറ്റുന്നത് അവിടെയെല്ലാം നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് പഠിക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്തോളുക. വർക്ക് ചെയ്ത് നമ്മൾ നന്നായിട്ട് പഠിച്ചു തുടങ്ങി എന്തായാലും കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് മനസ്സിലാവും. എപ്പോഴും വേണ്ടത് എന്താണ്, കൺസിസ്റ്റൻസിയാണ്. തുടർച്ചയായിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് മടുപ്പ് തോന്നും. പക്ഷേ ആ മടുപ്പ് നമ്മൾ ഓവർകം ചെയ്തിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുക. എന്തായാലും റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അപ്പോൾ ശരി, അടുത്തത് LCM and HCFൻ്റെ ആ ടോപ്പിക്ക് നിങ്ങൾ എന്തായാലും പഠിച്ചിട്ട് വരിക കേട്ടോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.